റോയ് ചായ, കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം ഇങ്ങനെ നീണ്ടു പോകുന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ നിയുക്ത MLA-മാരാണ്. അവർക്ക് മണ്ഡലത്തിൽ ഇറങ്ങാത്ത സ്ഥിതിയാണ് എന്നാണ് റിപ്പോർട്ട്. ഇതിന് എത്ര കാലം തുടരും ഈ MLA-മാരുടെ ഗതികേട്? അതെ, ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ദൗർബല്യമാണ് ഇത് ചൂണ്ടിക്കാണിക്കുക. അതായത് ഒരു നേതൃത്വം, സംസ്ഥാന നേതൃത്വത്തിനോ ദേശീയ നേതൃത്വത്തിനോ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ്. 63 പേര് ജയിച്ചു. ഇതോടൊപ്പം തന്നെ ജയിച്ചു, വലിയ മഹാഭൂരിപക്ഷത്തിന് ജയിച്ച് നിൽക്കുമ്പോൾ പോലും. കാരണം ഇതിനകത്തെ ഈ കോൺഗ്രസ് ഈ 63 MLA-മാരിൽ ഏതാണ്ട് 20 22 പേരാണ് 20,000-ൽ കൂടുതൽ വോട്ട് വാങ്ങി ജയിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ ഭൂരിപക്ഷമൊന്നും കോൺഗ്രസ്സുകാർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ 50,000, 54,000, 55,000 വരെ കിട്ടിയ MLA-മാരുണ്ട്. അപ്പോൾ എന്നിട്ട് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കഴിയും. കാരണം കേരളത്തോടൊപ്പം നടന്ന മറ്റ് 4 സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ ചുമതല ഏറ്റവും കൂടുതൽ ആസാമിലെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ഇപ്പൊ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഇപ്പൊ തമിഴ്നാട്ടിൽ നിയമസഭ സമ്മേളനം ഇപ്പൊ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ എല്ലാ ഇടങ്ങളിലും ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കാര്യങ്ങളിലേക്ക് നീങ്ങി കഴിയും. അപ്പോഴും കോൺഗ്രസിനകത്ത് മാത്രം പതിവ് പോലെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി ഇരിക്കുകയാണ്. ദേശീയ തലത്തിലാണെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത രീതിയിൽ അത്രയും ദുർബലമായി പോയോ കോൺഗ്രസിന്റെ നേതൃത്വം എന്ന് സംശയിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലാണ്. അല്ല, ദുർബലമായതല്ല, അവരുടെ തീരുമാനം കേസിയാണ്. പക്ഷെ അത് പൊതുവികാരത്തിന് എതിരായത് കൊണ്ട് പറയാൻ ഭയക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തില് ഒരു തീരുമാനം എടുക്കാൻ. അതുകൊണ്ടാണല്ലോ പൊതുവികാരത്തെ കുറിച്ച് ജനങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ ജനവികാരം എന്താണെന്നോ ഗ്രൗണ്ട് ലെവലിൽ എന്താണെന്നോ മനസ്സിലാക്കാൻ ഒരു പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആപൽക്കരമായ. ഇന്ത്യ ഒട്ടാകെ കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്ന തകർച്ചയുടെ കാരണം അതാണ്. രാജ്യത്ത് എന്ത് നടക്കുന്നു, സംസ്ഥാനങ്ങളിൽ എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ. അതാണല്ലോ ഒരു കണ്ണും കാതും തുറന്നിരിക്കുന്ന ഒരു നേതാവിന് മാത്രമേ ഓരോ സംസ്ഥാനങ്ങളിൽ എന്ത് നടക്കുന്നു എന്ന് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് അറിയാൻ പറ്റുള്ളൂ. അതിനാണ് നിങ്ങളുടെ പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വങ്ങൾ വഴി വരുന്ന വിവരങ്ങളും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും ഒക്കെ അനലൈസ് ചെയ്തതിന് ശേഷമാണ് ബുദ്ധിയുള്ള വിവേകമുള്ള നേതൃത്വം അങ്ങനെയാണ് പലപ്പോഴും തീരുമാനം എടുക്കുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? എല്ലാ സമയങ്ങളിലും കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു കാര്യത്തിന് ഒരു വ്യക്തമായ തീരുമാനം എടുക്കുക, ആളിച്ചു വാരി എല്ലാം സർവനാശമാക്കി ജനങ്ങളെ വെറുപ്പിക്കുന്ന തരത്തിലേക്കാണ് കോൺഗ്രസിന്റെ എല്ലാ കാലത്തും ഉള്ള ഒരു ഇടപാടെന്നത്. പണ്ട് കാലങ്ങളിൽ നടക്കുവാൻ ഒരു 90-കൾക്ക് മുമ്പ് വരെ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ പറ്റുമായിരുന്നു. കാരണം അവരടിച്ചേൽപ്പിക്കുന്ന പലതും അടിമകളെ പോലെ സ്വീകരിക്കുന്ന ഒരു പരിപാടിയായിരുന്നു കോൺഗ്രസ് അന്ന്. പക്ഷെ ഇന്ന് അതല്ല. ഈ പാർട്ടി അങ്ങേയറ്റം ദുർബലമായി ചിന്നിച്ചെതറി നിൽക്കുകയാണ്. വടക്കേ ഇന്ത്യയിലെങ്ങും കാണാൻ പോലും അനിസ്പ്രയുടെ അവസ്ഥയിലാണ് വടക്കേ ഇന്ത്യയിലെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു സംസ്ഥാനം പോലും ഭരിക്കുന്നില്ല. ആകെ കൂടിയുള്ള 3-4 സംസ്ഥാനം വിടി തെക്കേ ഇന്ത്യയിൽ മാത്രമാണ്. ഇപ്പോൾ ഒരു തെക്കേ ഇന്ത്യയിലെ പാർട്ടി പോലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിൽ പോലും വിവേകത്തോടു കൂടി ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിക്ക് ജനങ്ങളുടെ വികാരം എന്തുകൊണ്ട് മനസ്സിലാക്കാൻ. രാഹുൽ ഗാന്ധി ഈ നാട്ടിൽ നിന്ന് ജയിച്ചു പോയൊരു MP ആയിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരിയാണ് ഇവിടെ നിന്നുള്ള MP എന്ന് പറയുന്നത്. എന്നിട്ട് പോലും നിങ്ങൾക്ക് ഈ നാട്ടിൽ ജനങ്ങൾ എന്താണ് പറയുന്നു എന്നുള്ളത്, ജനവികാരം എന്താണ് എന്നുള്ളത്, ഈ 63 MLA-മാര് ജനങ്ങളുടെ വികാരം കൊണ്ടാണ് ഉണ്ടായത്. എന്നിട്ട് ജനവികാരത്തെ നിങ്ങൾ മാനിക്കുന്നില്ല എന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥം? ഒന്നത്. അപ്പൊ എന്നിട്ട് ശരി, ഇനിയിപ്പോ ഹൈക്കമാൻഡിന്റെ തീരുമാനമുള്ള ഒരാളെ എടുക്കാനാണ് തീരുമാനം, അതുപോലും എടുക്കുന്നില്ലല്ലോ. അതുപോലും എടുത്തിട്ട് നീട്ടി കൊണ്ടുപോവാണ്. അന്നേരമാണ് ഇവിടെ ജനവികാരം കൂടെ അളക്കണമെന്നുള്ള ബോധം വരുന്നത്. കാരണം എന്താണ്? ജനങ്ങളെ ന്യായം ചെയ്തില്ല എന്നൊരു തോന്നലിൽ നിന്നാണ് വീണ്ടും ഈ തട്ടിപ്പ് നാടകത്തിന് വഴിയൊഴുക്കുന്നത്. ഇല്ലേ? നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ എന്ത് പറയുന്നു, നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികൾ എന്ത് പറയുന്നു, എന്തായിരുന്നു ആ മെറിറ്റ് ആലോചിച്ചാൽ പോരെ. ആ മെറിറ്റ് അനുസരിച്ച് അതാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്നുണ്ട് ഹൈക്കമാൻഡ് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രോസസ് ഒന്നുമില്ലാതെ കാര്യങ്ങൾ നടന്നേനെ. ഇത് നാടകം നടത്തി ജനങ്ങളെ വെറുപ്പിച്ച് MP-മാർക്ക് MLA-മാർക്ക് ആർക്കും ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ എല്ലാ MLA-മാർക്കും അവര് തെരഞ്ഞെടുപ്പിന് ശേഷം ജനങ്ങളോട് പോയി നന്ദി പറയുന്ന ഒരു പരിപാടി എല്ലാ നാട്ടിലും ഉണ്ട്. അപ്പൊ കേരളത്തിലെ കോൺഗ്രസിന്റെ പുതിയ MLA-മാർക്ക് നാട്ടുകാരെ അഭിമുഖീകരിക്കാൻ കഴിയുന്നത് പലരും പേടിച്ച് വീട്ടു തടങ്കലിലാണ്. അല്ല, പുറത്തിറങ്ങിയപ്പോ ചോദിക്കും മുഖ്യമന്ത്രി ഇല്ലേ എന്താ നിങ്ങൾ നിർത്തി. അതുപോലെ തന്നെ KC വേണുഗോപാലിന് അനുകൂലമായി സംസാരിച്ചോടും അനുകൂലമല്ലാത്തവരോടും ഒക്കെ തന്നെ ജനങ്ങൾ അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കുകയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം VP സജീന്ദ്രൻ വളരെ മാന്യനായ ഒരു MLA ആണ്.
പൊതുജനങ്ങളോട് വളരെ മാന്യമായ രീതിയിൽ പെരും. അദ്ദേഹത്തിനെ പോലും ജനങ്ങൾ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. ഈ കഴിഞ്ഞ ദിവസം ഈ മാത്യു കുഴൽനാടനെ പിടിച്ചു നിർത്തി ഇതേപോലെ അദ്ദേഹത്തിന്റെ പ്രകടനത്തിനെതിരെ ഉണ്ടായി എന്ന് പറയുന്നു. സന്ദീപ് വാര്യർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിൽ കണ്ട് റാന്നിയിലെ MLA വീട് കൂട്ടി ഓടിപ്പോയെന്നാണ് കേൾക്കുന്നത്. അപ്പൊ ഇങ്ങനെ പലതരത്തിൽ ആൾക്കാരെ ജനങ്ങളുടെ പ്രതിഷേധം ഭയന്ന്, കോൺഗ്രസ്സുകാരുടെ പ്രതിഷേധം ഭയന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. ഇത് ജനങ്ങളെ ഒരു തരത്തിൽ അപമാനിക്കലാണ്, ഇല്ലേ? നിങ്ങൾ തീരുമാനം നീട്ടിക്കൊണ്ടു പോകുന്നതോടും ജനങ്ങളുടെ വെറുപ്പ് നിങ്ങൾക്കെതിരാവുകയാണ്. അപ്പൊ ഈ പിണറായി വിജയൻ 10 വർഷം കൊണ്ട് ആർജിച്ച വെറുപ്പാണ് ഇപ്പൊ കോൺഗ്രസ്സുകാർ 10 ദിവസം കൊണ്ട് ആ വെറുപ്പിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണ്ടേ? ഇതിനാരാണ് ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ആലോചിച്ച് വളരെ നേരത്തെ തന്നെ ഈ കാര്യത്തിനൊക്കെ ഒരു തീരുമാനം കണ്ടെത്തി ചെയ്യേണ്ടതായിരുന്നു. ഇത്രയും വലിയൊരു മഹാഭൂരിപക്ഷം കിട്ടുമെന്ന് ഈ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം വിചാരിച്ചിട്ടില്ല. കാരണം അവർക്ക് ജനങ്ങളുടെ പൾസ് അറിയാൻ പറ്റില്ല. ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്ന ഒരാളാണ് പറഞ്ഞത് 100 സീറ്റ് കിട്ടും, 12 MLA മന്ത്രിമാർ തോറ്റുപോകും, അഭൂതപൂർവമായ വിജയം ഉണ്ടാവും, 63 സീറ്റ് കോൺഗ്രസിന് കിട്ടും. ഇത് ഒരു വർഷം 6 മാസം മുമ്പേ കഴിഞ്ഞ 2025 തന്നെ PD സതീശൻ ചിന്തൻ ശിബിരത്തിൽ പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യം ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാൾ കൊടുക്കുന്ന ഉപദേശങ്ങളോ അല്ലെങ്കിൽ ആ വാക്കുകളോ ഒന്നും മാനിക്കാത്ത രീതിയിലേ പോവാണ്. നിങ്ങൾ ആരെങ്കിലും ഒരാളെ തിരഞ്ഞെടുക്കുക, MLA-മാരിൽ നിന്നെങ്കിലും ഒരു MLA-മാരെ എടുക്കുക. നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ തന്നെ നിങ്ങൾ വിഴുങ്ങുകയാണ്. എവിടെ? അതായത് MP-മാരെ മത്സരിക്കേണ്ട തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആ ബോഡി എടുത്തിട്ട് എന്തുവാണ്, പിറ്റേ ദിവസം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു 100 സീറ്റ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു MP-യെ കൊണ്ടിറക്കുകയാണ്. അതാണല്ലോ ഈ പ്രതിഷേധത്തിന് കാരണം. ഇല്ലെങ്കിൽ പ്രതിഷേധത്തിന് കാര്യമില്ല. നിങ്ങൾ MLA-മാരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുമായിരുന്നു. നിങ്ങൾ ജയിച്ച 63 MLA-മാരിൽ നിന്ന് ആരും ആയിക്കോട്ടെ, ഇന്നലെ ജയിച്ചു വന്നവരോ നേരത്തെ സീനിയറോ ജൂനിയറോ ആരും ആയിക്കോട്ടെ, അതിനകത്ത് എന്താണ് പ്രശ്നം? അതുണ്ടാവുന്നില്ല. അപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ തീരുമാനം വിഴുങ്ങുകയും നിങ്ങൾ പിൻവാതിലൂടെ പല തട്ടിപ്പും നടത്താൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ജനങ്ങൾക്ക് എതിർപ്പുണ്ടാവുന്നത്. അല്ലെങ്കിൽ ഒരു എതിർപ്പും ഉണ്ടാവത്തില്ല. അല്ല, ഈ സർക്കാർ വൈകുമ്പോൾ ഒരുപാട് പ്രശ്നമുണ്ട്. കാരണം ആദ്യത്തെ മാസം തന്നെ ഇതുവരെ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പിന്നെ സ്കൂൾ തുറക്കാൻ പോകുന്നു, പാഠപുസ്തക പ്രിന്റിംഗ് തുടങ്ങിയിട്ടില്ല. ഇതിലെല്ലാം നയപരമായ തീരുമാനങ്ങൾ എടുക്കാതെയാണ് ഈ അടികൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ജനങ്ങളുടെ മുമ്പ് അത്രയും നാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അതായത് നമ്മുടെ ഇപ്പൊ ഈ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് ഉള്ള ഫണ്ട് അനുവദിക്കുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്. ഇപ്പം അതുപോലെ പാഠപുസ്തകങ്ങൾ 70% ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ പിടിപ്പുകയാണ്. പക്ഷേ ഈ സർക്കാർ ഒരു സർക്കാരിന്റെ പിന്തുടർച്ചയാണല്ലോ അടുത്ത സർക്കാർ. അതേപോലെ തന്നെ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ, അതേപോലെ തന്നെ മറ്റ് ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ വാഗ്ദാനങ്ങൾ ഏത് കാലത്ത് നടപ്പാക്കും, ഇതൊക്കെ ഉണ്ടല്ലോ, ജനങ്ങളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊന്നും നടപ്പാക്കാനോ അതേക്കുറിച്ച് ആലോചിക്കാനോ ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചോ ബോധ്യമോ ഒന്നുമില്ല, അതൊരു ധാരണയില്ലാതെ നിങ്ങൾ പരസ്പരം അടികൂടുകയാണ്. ഇത് തന്നെയാണ് ജനങ്ങൾ ആദ്യം മുതലേ സംശയിച്ചത്. ഈ കോൺഗ്രസ്സുകാരന്മാരെ അധികാരത്തിൽ കയറ്റിയാൽ പിറ്റേ ദിവസം മുതൽ അടി തുടങ്ങും. എന്ത് ഇപ്പൊ എന്താണ് 10 വർഷം വെറുത്ത സർക്കാരാണ് ഭേദമെന്ന് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി, ഇല്ലേ? ഒന്നും അല്ലെങ്കിൽ അത് മോഷണമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ജനങ്ങളോട് ധാർഷ്ട്യമേ കാണിക്കുന്നുള്ളായിരുന്നു. അത് അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പണി നടത്തി പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതല്ലല്ലോ. ഇപ്പൊ ഇവിടെ കയറുന്നതിന് മുമ്പ് തന്നെ ഈ അടിപിടി കലാപം. അല്ല, ഇത് മുഖ്യമന്ത്രി ആയിട്ടുള്ളൂ, ഇനി മന്ത്രിമാരിൽ അടി വേറെ വരാണ്ട്. അതായത് നിങ്ങൾക്ക് ജനങ്ങളോട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. അതാണല്ലോ ലീഗിന്റെ നേതാക്കൾ പറഞ്ഞു തുടങ്ങിയത്. പൊതുജനം നിങ്ങളെ കൈവെക്കും എന്ന് പറയുന്ന സ്ഥിതിയിൽ എത്തിക്കുന്ന ആരാണ്? ഏത് പ്രശ്നവും വഷളാക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു ജന്മസിദ്ധമായ ഒരു സംഭവം. ഒരു കാര്യത്തിന് ഒരു വൃത്തിയായ ഒരു തീരുമാനം എടുത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. അതാണ് ഈ നേതൃത്വത്തിന്റെ സംഭവം. ഇതിനകത്ത് അധികാരമോഹികളുണ്ട്, എല്ലാ പാർട്ടിയിലും അധികാരമോഹികളുണ്ട്, കോൺഗ്രസ്സുകാർ മാത്രമൊന്നുമല്ല. പക്ഷേ നിങ്ങൾ ഇതിനകത്തൊരു വ്യക്തത ഉണ്ടാക്കണം. നിങ്ങൾ ഇതിനകത്തൊരു പാർട്ടിക്ക് ഒരു അച്ചടക്കം ഉണ്ടാകണം. നിലവിലുള്ള നിങ്ങളുടെ നടപടിക്രമങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ നടപ്പാക്കണം. നിങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ട് അതിൽ ഉറച്ചു നിൽക്കത്തില്ല, തരാതരം പോലും തന്നെ മാറ്റുന്നു. അതാണല്ലോ ഈ പ്രശ്നം. MP-മാര് മത്സരിക്കണ്ട എന്നൊരു തീരുമാനം എടുത്തിട്ട് നിങ്ങളത് മാറ്റാനുണ്ടായ സാഹചര്യം എന്താന്ന് പറയുന്നില്ലല്ലോ, ജനങ്ങളെ ബോധ്യപ്പെടുന്നില്ല. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ റോഡിൽ ഇറങ്ങുന്നത്. അതാണ് അവരെ ജനങ്ങളെ പരിഹസിക്കുന്നു എന്നൊരു തോന്നൽ വരുമ്പോഴാണ് ജനങ്ങൾ പുറത്തിറങ്ങുന്നത്, ഇല്ലേ? അപ്പൊ നിങ്ങൾ എന്താ പറയുക, ജനങ്ങൾ പുറത്തിറക്കണ്ട, ജനവികാരം ഞങ്ങൾ മാനിക്കുന്നില്ല എന്ന് പറയുന്നത്, ജനങ്ങൾ അഭിപ്രായം പറയേണ്ടെന്നാണ് ഈ ജയിച്ചു വന്ന വീരന്മാർ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങളെ എന്തുകൊണ്ടാണ് ശിക്ഷിക്കുന്നത് പോലും നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. എന്തുകൊണ്ടാണ് ദേശീയ തലത്തിൽ കോൺഗ്രസിനെ ആൾക്കാർ പരിഹസിച്ച് വെളിയിൽ കളയുന്നത്? എന്തുകൊണ്ടാണ് ബംഗാളിൽ 1977 മുതൽ അവിടെ അധികാരത്തിന്റെ പുറത്ത് നിൽക്കുകയാണ്. ഒരു സീറ്റാണ് ഇത്തവണ കിട്ടിയത്, അല്ലെ 2 സീറ്റ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങളെ തിരസ്കരിക്കുന്നു എന്ന് മനസ്സിലാക്കണ്ടേ? നിങ്ങൾ പ്രാദേശിക തലത്തിൽ നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ സംഘടന വളർത്തി പണിയെടുക്കുന്നില്ല. എന്നിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം തട്ടിക്കൂട്ടി 4 പേരെയും കൊണ്ട് എന്ന് മത്സരിക്കും. അതുകൊണ്ടാണ് ജനങ്ങൾ പിന്നെ നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾക്ക് സ്ഥിരതയില്ല.
നിങ്ങൾ ജനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പരിപാടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ല. ഇപ്പൊ ഈ തെക്കേന്ത്യയിൽ മാത്രം കിടന്ന് വട്ടം കറങ്ങുക. അപ്പൊ അത് മാറാൻ അധികം കാലം വേണ്ട. അപ്പൊ ഇതൊക്കെയാണ് കേരളം പോലെ ഇത്ര സുന്ദരമായ രീതിയിൽ ജനങ്ങൾ വലിയൊരു മാൻഡേറ്റ് കൊടുത്തിട്ട് അതിനെ പോലും പരിഹസിക്കുകയാണ് ഇല്ലേ. നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുണ്ടുപൊക്കി കാണിക്കുക. അതാണ് ഈ കോൺഗ്രസ്സുകാർ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ ജനങ്ങൾ കാണുകയാണ്. നിങ്ങൾക്ക് ജനങ്ങളെ ബഹുമാനമോ ഭയമോ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെ ജനങ്ങൾ തന്നെ തൂത്തെറി. അവർക്ക് കിട്ടുന്ന ഒരു അവസരം എന്ന് പറഞ്ഞാൽ കുത്തുക എന്നുള്ളതാണ് ഇല്ലേ. പോളിംഗ് ബൂത്തിൽ പോയിട്ട് കുത്തുക. ആ കുത്തൽ നടത്തിയതാണ് ഒരു ഗവൺമെന്റ് എടുത്ത് ദൂരെ എറിഞ്ഞിട്ട് നിൽക്കുകയാണ്. പിന്നെ വന്നവന്മാർ 10 ദിവസം കൊണ്ട് 10 വർഷത്തെ വെറുപ്പ് അവർ സമ്പാദിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത് മനസ്സിലാക്കണം. ജനങ്ങൾ എന്താണെന്നുള്ളതും ജനങ്ങളുടെ ഇടയിൽ എന്താണ് സംഭവിക്കുന്നത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു നേതൃത്വമാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് അത് പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പരാജയമായിട്ട് വന്നിരിക്കുന്നത് ഇല്ലേ. അതാണ് സ്ഥിതി. ജനങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പൾസ് അറിയുക എന്നാണ് നമ്മൾ പറയുന്നത്. ആ പൾസ് മനസ്സിലാക്കാൻ ഈ നേതൃത്വത്തിന് കഴിയാതെ പോകുന്നതുകൊണ്ടാണ് നിങ്ങൾ ജനങ്ങളുടെ അകന്നകന്ന് പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ ഇപ്പൊ എത്ര വർഷമായി, നിങ്ങൾ എത്ര കാലമായി ജനങ്ങൾ പരിഹസിക്കുകയാണ്. അടുത്ത വർഷം 6 സംസ്ഥാനങ്ങളിലാണ് ഇതേപോലെ തെരഞ്ഞെടുപ്പ്. 6 എണ്ണത്തിന് ഒരെണ്ണമെങ്കിലും ജയിക്കാമെന്ന് പോലും ഉറപ്പ് പറയാൻ പറ്റാത്ത സ്ഥിതി നിൽക്കുകയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ പാർട്ടിക്ക് ഒരു കൃത്യമായ നേതൃത്വമില്ല, ഈ പാർട്ടിക്ക് കൃത്യമായ നയങ്ങളില്ല, നിലപാടുകളില്ല. നിലപാടുള്ള ഒരുത്തന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ജയിച്ചു വന്നത്. എന്നിട്ട് ആ നിലപാടുള്ളവരെ ചുരുട്ടിക്കൂട്ടി എടുത്ത് അറബിക്കടലിലേക്ക് എറിഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ട് കിടന്ന കലഹമാണ്. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങളെ വീണ്ടും വീണ്ടും ശിക്ഷിക്കുന്നത്. അത് മനസ്സിലാക്കണം. നമുക്ക് ജനങ്ങളെ കുറിച്ച് ഭയം ബഹുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുകയുള്ളൂ.